സങ്കടകരമായ വാർത്ത. സക്കീർ ഹുസൈൻ്റെ തിരോധാനം വിയോഗം തന്നെയാണ്. ഒരുപക്ഷേ തബല എന്ന ഈ മാന്ത്രിക ഉപകരണത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തും ഇന്ത്യയുടെ താളം ലോകത്തിൻ്റെ ഹൃദയ താളമാക്കുകയും മാറ്റുകയും ചെയ്ത തബല വാദകനാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ. 71 വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹം സൂര്യ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല കേരളത്തോടൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള സൂര്യ കൃഷ്ണമൂർത്തി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ടെലിഫോണിൽ. ഗുഡ് മോർണിംഗ് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി. യഥാർത്ഥത്തിൽ ഏത് വർഷമായിരുന്നു ഇദ്ദേഹം സൂര്യ ഫെസ്റ്റിവലിൽ ഇദ്ദേഹം വന്നത് പങ്കാളിയായത്? വളരെ 20-25 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് അദ്ദേഹം സൂര്യയിൽ വന്നത്. അദ്ദേഹത്തിന്റെ പിതാവുമൊത്താണ് വന്നത്. അള്ളാരാഖ ഓക്കെ. അള്ളാരാഖയുമായിട്ടാണ് ആദ്യം ഇവിടെ സൂര്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ രണ്ടാമത് സൂര്യ ഫെസ്റ്റിവലിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണമെന്ന് താങ്കൾ ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമെന്നുണ്ടായിരുന്നോ? അതുകൊണ്ട് നമ്മൾ നമുക്ക് ഇവിടെ പരിചിതമില്ലാത്ത പലരെയും കൊണ്ടുവന്നിട്ടുണ്ട് സൂര്യ ഫെസ്റ്റിവലിൽ. അംജദ് അലി ഖാൻ, ജസ്രാജ് ജി, ബിർജു മഹാരാജ്, അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഇവിടെ കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരുന്നു സൂര്യയിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹമൊക്കെ വന്നതും നമ്മൾ ഇൻവൈറ്റ് ചെയ്തതും ഒക്കെ. അപ്പൊ ആദ്യമായി വന്നത് അള്ളാരാഖയുടെ കൂടെയാണ്, അദ്ദേഹത്തിന്റെ പിതാവിനൊപ്പം. അന്ന് സാക്കിറിന്റെ പ്രായം രണ്ടാമത് വളരെ കുറവായിരിക്കുമല്ലോ, ചെറിയ പ്രായത്തിലല്ലേ അതെ അത്? അതെ അത് കഴിഞ്ഞു വന്നത് പ്രോത്തിമ ബേരി, അന്തരിച്ചുപോയ ഒഡീസി നർത്തകിയുമായിട്ടാണ് രണ്ടാമത് വന്നത്. ഈ ഇതിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ സഹോദരിയും ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിൽ മരിച്ചു. അന്ന് ഒരു സ്വാന്തനം എന്ന രീതിയിൽ ഞാൻ വിളിച്ച് അദ്ദേഹമായിട്ട് കുറെ സംസാരിച്ചിരുന്നു. അന്നാണ് അദ്ദേഹമായിട്ട് അവസാനമായി സംസാരിച്ചത്. എന്നെപ്പോലെ ഒരാൾക്ക് സക്കീർ പോലെ ഒരാളെ എന്നും വിളിക്കാനോ അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യമോ അങ്ങനെ ഒരു അടുപ്പമൊന്നും ഇല്ല. അത് വളരെ പ്രയാസമാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കൽ കൂടെ അദ്ദേഹത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്തു ഓഫീസിൽ. സൂര്യയിൽ വരാൻ സമയമായില്ലേ, കുറെ വർഷങ്ങളായല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ മറുപടി വന്നത്, ഈ സോളോ പെർഫോമൻസസ് ഒക്കെ മാറ്റിവെച്ച് വി ഹാവ് സംതിങ് ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞു. ആ ഇന്നോവേറ്റീവ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രോജക്റ്റ് എഴുതി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയച്ചു. അത് ഒരു സ്റ്റേജിന്റെ ഒരു സൈഡിൽ ഇദ്ദേഹം ഇരിക്കുന്നു തബലയുമായിട്ട്, മറു സൈഡിൽ ഇദ്ദേഹത്തിന്റെ താളത്തിൽ ശോഭന നൃത്തം ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ അതിന്റെ ഒരു കൺഫർമേഷൻ ഇന്നേ വരെ വന്നിട്ടില്ല. അപ്പോ അന്ന് ഈ 2-3 വർഷം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടും അദ്ദേഹം അത് ഗോ ഹെഡ് എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇന്നലെയാണ് ഞാൻ അതിന്റെ കാരണം മനസ്സിലാക്കിയത്. 2-3 വർഷമായിട്ട് അദ്ദേഹം അവസ്ഥയിലായിരുന്നു എന്നും പലപ്പോഴും ICUലായിരുന്നു എന്നും മനസ്സിലായത്. അതുകൊണ്ടാണ് അദ്ദേഹം മറുപടിയോ കൺഫർമേഷനോ തരാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സക്കീർ ഹുസൈൻ സംഗീതജ്ഞരുടെ ഇടയിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. അദ്ദേഹത്തിനെ സാധാരണക്കാർ അറിയുന്നത് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, വാ താജ് എന്ന് പറഞ്ഞ താജ്മഹൽ ടീയുടെ ഒരു പരസ്യം. അതിൽ അദ്ദേഹം വിരലുകൾ കൊണ്ട് താളം സൃഷ്ടിക്കുന്നു, പിന്നെ മുടികൾ കൊണ്ടും അദ്ദേഹം താളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇത് സാധാരണക്കാരുടെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം പതിഞ്ഞിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരുടെ സംഗീതമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുടെ മനസ്സിലും ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം പതിഞ്ഞിരുന്നു എന്നതാണ് സത്യം. ഈ നമ്മുടെ നടക്കാതെ പോയ ഒരു സത്യം, ഒരു സ്വപ്നം ശോഭനയ്ക്കും എനിക്കും സൂര്യയ്ക്കും ഉണ്ട് ഇദ്ദേഹത്തിന്റെ പറഞ്ഞിരുന്നോ താങ്കൾ ഈ ഒരു കാര്യം, ചിത്രം ഇങ്ങനെ പറ്റി. ഒരു പ്രപ്പോസൽ സക്കീർ ഹുസൈൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്? എന്തോ അല്ല, ഇങ്ങനെ ഒരു പ്രപ്പോസൽ സക്കീർ ഹുസൈൻ കൊടുത്തിട്ടുണ്ടെന്ന് ശോഭനയോട് പറഞ്ഞിരുന്നോ? ശോഭനയും ഞങ്ങളും രണ്ടുപേരും കൂടിയാണ് ട്രൈ ചെയ്തത്. അത് ശരി, അത് ശരി, അത് ശരി. ശോഭനയ്ക്ക് കുറച്ചുകൂടി കോൺടാക്ട് ഉണ്ട്, എന്നെക്കാൾ കൂടുതൽ കോൺടാക്ട് ഉള്ളത് ശോഭനയ്ക്കാണ്. ഓക്കെ, ഓക്കെ. ഇന്നലെ രാത്രി അതിനെപ്പറ്റി വ്യക്തിപരമായിട്ട് സംസാരിച്ചു അത് ഞാൻ എങ്ങനെയായിരുന്നു ശോഭനയായിട്ട്. താങ്കളുടെ പെരുമാറ്റവും തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉള്ള രീതികളും സൂര്യ ഫെസ്റ്റിവൽ പങ്കെടുത്തപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? വാമാണ്, പക്ഷെ നമുക്കൊന്നും അത്ര അടുത്ത് പെരുമാറാനുള്ള, അദ്ദേഹം വലിയൊരു മനുഷ്യരല്ലേ. ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധിയോ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ. വലിയ ഒരു സക്കീർ ഹുസൈൻ, അല്ലെങ്കിൽ അള്ളാരാഖ, പണ്ഡിറ്റ് ജസ്രാജ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അകൽച്ചയിൽ നിന്ന് ഇതിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ ശോഭനയായിട്ട് സംസാരിച്ചിരുന്നു ഈ കാര്യം. ആ. അപ്പൊ ആ ശോഭന എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുത്, കാരണം ഹി സ്റ്റിൽ അലൈവ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഓക്കെ, ഇന്നലെ ഓക്കെ, രാത്രി. ഓക്കെ. അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രൈ ചെയ്തെങ്കിലും അത് നടന്നില്ല. ആ പ്രോജക്റ്റ് ഒരു
അൺഫുൾഫിൽഡ് ഡ്രീം ആയിട്ട് ഞങ്ങളുടെ ഓക്കെ, താങ്കളുടെ മനസ്സിൽ സ്വപ്നമായിട്ട് ബാക്കി കിടക്കുകയാണ്. എന്തായാലും ബാക്കി സൂര്യകൃഷ്ണമൂർത്തി, വളരെ സന്തോഷം താങ്കൾ നമ്മളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. വലിയൊരു മനുഷ്യൻ്റെ വിയോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതും വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ്. താങ്ക് യു സൂര്യ എൻ കൃഷ്ണമൂർത്തി. കിടക്കുകയാണ്.